വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ആഷ്. ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ഗ്ലൂ എങ്ങനെ ഈസിയായി റിമൂവ് ചെയ്യാം എന്നൊരു ടിപ്പുമായിട്ടാണ്. ഇതുപോലുള്ള സൂപ്പർ ഗ്ലൂ നമ്മുടെ മാർക്കറ്റിൽ പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണല്ലേ. നമ്മൾ പല ആവശ്യങ്ങൾക്കായി സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാറുണ്ട്. ക്രാഫ്റ്റിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പൊട്ടിയാലോ ഒക്കെ നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ ഈ സൂപ്പർ ഗ്ലൂ ആയാൽ നമുക്ക് ഭയങ്കര ഒരു ഡ്രൈനെസ്സും റഫ്നെസ്സും അതേപോലെ ഒരു ഇറിറ്റേഷനും ഒക്കെ ഫീൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ കയ്യിലായ ഈ സൂപ്പർ ഗ്ലൂ എല്ലാം പെട്ടെന്ന് എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാ സൂപ്പർ ഗ്ലൂവും ഇതേപോലെ ട്യൂബിലാണ് വരുന്നത്. അതിൻ്റെ മുകളിലായി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പും കാണാം. നമ്മുടെ കയ്യിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിക്കാർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നോർമൽ ഒരു ഓയിലോ അപ്ലൈ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ കൈകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ എണ്ണയുള്ള ഭാഗത്ത് ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണയുള്ള ഭാഗത്ത് ഇവിടെ ഫെവിക്വിക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതേപോലുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് ഉപയോഗിക്കാം. ഇനി ഞാൻ കാണിക്കുന്നത് ഫെവിക്വിക്ക് നമ്മുടെ കയ്യിലായാൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതാണ്. ഞാനിവിടെ ഒരു ബൗളിൽ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ എല്ലാം കയ്യിലുള്ള നെയിൽ പോളിഷ് റിമൂവറും വേണം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് 2 സെക്കൻഡ് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ തണുത്ത വെള്ളത്തിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. തണുത്ത വെള്ളത്തിൽ ഇതേപോലെ ഏകദേശം ഒരു 5 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെക്കണം. 5 മിനിറ്റ് വെള്ളത്തിൽ വെച്ച ശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാം ഫെവിക്വിക്ക് കുറച്ച് തിക്കായിട്ട് ഇളകി വരുന്നുണ്ട്. ബാക്കിയുള്ള ഫെവിക്വിക്ക് ഇതേപോലെ കുറച്ച് കോട്ടണിൽ നെയിൽ പോളിഷ് റിമൂവർ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് റബ്ബ് ചെയ്താൽ ബാക്കി ഫെവിക്വിക്കും പോകുന്നതാണ്. ഇനി ഞാൻ രണ്ടാമത്തെ ടിപ്പ് കാണിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ എടുക്കുക. ആദ്യം നമ്മൾ ഈ വിരലൊന്ന് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് റബ്ബ് ചെയ്യുക. സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കി ഒന്ന് റബ്ബ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സാൻഡ് പേപ്പർ കൊണ്ട് ഒരു 2 മിനിറ്റ് റബ്ബ് ചെയ്തതിന് ശേഷം എൻ്റെ വിരലിലെ എല്ലാ ഫെവിക്വിക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വിരലിലെ ഫെവിക്വിക്ക് എല്ലാം പോയി സ്കിന്ന് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഫെവിക്വിക്ക് റിമൂവ് ചെയ്യുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.